தென்மாங்க பாடிக்கொண்டு செல்சல் தின்று சிந்துதம்மா தூரல் முத்து தூரல் பாரு நீ எழுந்திரிச்சிட்டியா? என்னாச்சு இன்னைக்கு லேட்டு? ഇന്ന് അവധി ദിവസമല്ലേ? അവധി ഇല്ലാத നാளைക്ക് ഇதை விட ലേറ്റാ തന്നെ നീ எழுந்திருப்ப. ഓ തമാശ പറഞ്ഞതാണോ? நானும் தமாஷையெல்லாம் சொல்லட்டும் வாரு. நான் உனக்கு பால் எடுத்து வச்சிருக்கேன். பால் குடி. എനിക്ക് പാലൊന്നും വേണ്ട. അതെന്നാ പാല് വേണ്ട? 2-3 നാളാ നീ പാലേ കുടിക്കല. കുടിപ്പാ. എനിക്ക് പാല് വേണ്ട ആന്റി. ചെല്ലം താനേ കുടിടാ. എനിക്ക് പാല് വേണ്ടെന്നല്ലേ പറഞ്ഞേ. അതെന്നാ ഉനക്ക് പാല് വേണ്ട? ഇതാ എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഒരാൾക്കൊരു സാധനം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ? நிர்பந்திக்கும் என்னன்னா நீ சின்ன குழந்தை தானே, உன்னோட உடம்புக்கு என்ன தேவை இருக்கு தேவையில்லைன்னெல்லாம் உனக்கு தெரியாது. அதனால நாங்க சொல்லும், நீ குடி. എനിക്ക് വേണ്ട ആന്റി. ഈ പാലൊക്കെ ചിലവർക്ക് അലർജി ആവുന്നുണ്ട്, അറിയോ? അലർജിയാ? പാലാ? ചുമ്മാ ചുമ്മാ അല്ല, ശരിക്കും പറഞ്ഞതാ. എന്നെ പോലത്തെ ന്യൂജൻ പിള്ളേർക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് എല്ലാം അറിയാം. ആഹാ, അവിടെന്നും ഇവിടെന്നും ഓരോന്നും കേട്ടിട്ട് വന്ന് പറയുവാണല്ലേ. പാല് മിതമായിട്ട് കുടിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. പാലില് പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. എല്ലിനും നഖത്തിനും ഒക്കെ പാല് നല്ലതാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അമ്മായി, ഈ പാല് കുടിച്ചിട്ടല്ലേ ദഹന പ്രശ്നവും പിന്നെ വയറിളക്കവും ഒക്കെ വരുന്നത്. പിന്നെ കൊഴുപ്പുള്ള പാല് കുടിച്ചു കഴിഞ്ഞാൽ കുറെ വണ്ണം വെക്കും. എവിടെന്നോ ആരോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ വന്ന് ഡയലോഗ് അടി. പാറുവേ, പാലില് ലാക്ടോസ് അടങ്ങിയിട്ടുണ്ട്. ഈ ലാക്ടോസ് ചിലവർക്ക് പറ്റൂല. അതുകൊണ്ടാണ് ചിലവർക്ക് വയറിളക്കമൊക്കെ വരുന്നേ. അവക്ക് ഇഷ്ടമുള്ളതേ അവള് കഴിക്കത്തുള്ളൂ. പക്ഷെ എവിടുന്നൊക്കെ എന്തൊക്കെയോ കേട്ട് പഠിച്ചോണ്ട് വന്നിരിക്കുക. പാല് കുടിച്ചെന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലെങ്കിൽ പാല് നിങ്ങളെ കുടിച്ചോ. ഇറച്ചി ഇപ്പൊ അമ്മൂമ്മ കഴിക്കുന്നില്ല. ഇറച്ചി നല്ലതല്ലേ? എന്താ കാരണം? അമ്മൂമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. അതുപോലെ തന്നെ പാലും എനിക്ക് ഇഷ്ടമല്ല. മാഡത്തിന്റെ അടുത്ത് പറഞ്ഞു നിൽക്കാൻ നമുക്ക് പറ്റൂല. എല്ലാം അറിയാം, പക്ഷെ ബഹുമാനം ഇല്ല. പാല് കുടിക്കാത്തതിന്റെ പേരിൽ ഇല്ലാത്തതും കൂടെ ഒന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. പാറു, മിണ്ടാതിരുന്നോണം, അല്ലെങ്കിൽ അപ്പുറത്തെങ്ങാനും പോയിരിക്കേ. പൊടി വരെ ഇപ്പൊ ലച്ചേച്ചേക്കാളും കഷ്ടമാ. എന്നെ കണ്ണെടുത്താ കണ്ടൂടാ അമ്മായി. എന്റെ പൊന്നു പാറു, ഞാൻ തമാശക്ക് പറഞ്ഞത്. നീ സീരിയസ് ആക്കല്ലേ. പാറുവിനെ ഇച്ചിരി നല്ലതുപോലൊന്ന് ശരിയാക്കാനുണ്ട്. ഇച്ചിരി അല്ല, കുറച്ചധികം ശരിയാക്കേണ്ടിയിരിക്കുന്നു. ആന്റി, ഇനി പാലോടി പഴം കഴിക്കുന്നു പറഞ്ഞോണ്ട് വരരുത്. ഇത്രയും സമയം ഞാൻ തമാശക്കാണ് പറഞ്ഞത്. കനകേച്ചിക്ക് നിന്റെ പുറകെ നടക്കണ അല്ല പണി, അത് മനസ്സിലാക്കിയോ? അമ്മയുടെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നാലേ ശരിയാവത്തില്ല. ഇന്ന് മാഡത്തിന്റെ മൂഡ് ശരിയല്ല. അളിയനെന്തോന്ന് കിടന്ന് ചുമക്കുന്നേ? അളിയ എന്തോ ചുമക്കുന്നേ? ഒന്നുമില്ല, ഒന്നുമില്ല. കാര്യം പറയളിയാ, സൗണ്ട് മാറിയിരിക്കുന്നല്ലോ. ലച്ചേച്ചി വിളിച്ചായിരുന്നളിയാ? രാവിലെ വിളിച്ചായിരുന്നടാ. എന്താന്ന് അറിയത്തില്ലെന്നേ, മൂക്കടപ്പും നല്ല തലവേദനയും ചെറിയ പനി പോലെയൊക്കെ. അളിയൻ കിടക്കണ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. ചൂടുണ്ടല്ലോ അളിയാ. കേശാണ് ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഞാൻ എങ്ങനെ ശ്രദ്ധിക്കാൻ? വിളിച്ചറിയിച്ചാലല്ലേ അറിയുള്ളൂ മോളെ. ഒരാളുടെ വയ്യാതെ നടക്കുക, എന്നിട്ട് തമാശ പറയുന്ന. എന്താണ് പ്രശ്നം? സിദ്ധളിയന് വയ്യ. ഓ, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ. നീ എന്തിനു പറ ചൂടാവണ്? ഞാനിപ്പോ ചൂടായി. സിദ്ധളിയനാ ഇപ്പൊ ചൂടായിട്ട് കിടക്കുന്നേ. എന്താ പറ്റി സിദ്ധു? അമ്മായി, ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ നനഞ്ഞായിരുന്നേ. അപ്പം ചെറുതായിട്ട് പനി പോലുള്ളൊരു ഫീല്. ചൂടുള്ള എടുക്കട്ടെ? ചൂടുള്ള എടുക്കട്ടെ എന്നാ? എടുത്തോണ്ട് വരണം, അല്ലെങ്കിൽ വേണം ഞാൻ പോവാ. എന്താണ് മലയാളി അമ്മായിടത്ത് ഭയങ്കര കലിപ്പിലാണല്ലേ. അതെ, പാലിന്റെ കേസ് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ഉരസി അടുക്കള വെച്ച് നേരത്തെ. അല്ലയോ, ഒട്ടും വൈകി ഹോസ്പിറ്റലിൽ പോവാം. 2 ഇഞ്ചക്ഷൻ എടുക്കുമ്പോ മാറും. വലിയ സൂചി
എന്തോന്നടാ ചുമ്മാ ഫൺ. സിദ്ധേ ഉം. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട തൽക്കാലം കുഴപ്പമില്ല, എന്തുകൊണ്ടാ പറഞ്ഞോളാം. பார்த்து பாரு. ഞാൻ കൊണ്ടുപോയി. பார்த்துப்பா, நல்ல சுடு தண்ணி. സിദ്ധോളെ എന്നാ நான் கொண்டு தரேன்னு சொன்னப்பா அவ ஒத்துக்கவே இல்லப்பா. ഇത്രയും നേരം ആർക്കും നോക്കണ്ടായിരുന്നല്ലോ. ലച്ചേച്ചി ഇപ്പോഴെങ്ങാനും വരും ചേട്ടാ. ഓ ചേച്ചി ചെന്നൈയിൽ നിന്ന് ശിവാനിയെ കൊണ്ട് ഇനിയിപ്പം വരും. എന്തായാലും നന്നായി ചേച്ചി പോയതേ. വല്ലപ്പോഴും ആരെങ്കിലും പോയി ചെന്നൈയിൽ ഒരു ഗാർഡിയനായിട്ട് നിൽക്കുന്നത് നല്ലത്. എടാ ഞാൻ ലച്ചൂസിന്റെ അടുത്ത് പറഞ്ഞ ഞാനും കൂടെ പോവാന്ന്, പക്ഷെ അവള് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞതാ അവിടെ പോയി കോളേജിന്റെ അടുത്ത് ഏതെങ്കിലും ഹോട്ടൽ റൂം എടുത്ത് നിന്നിട്ട് കോളേജിലെ കാര്യങ്ങളൊക്കെ തീർത്ത് വരാമെന്ന്. എവിടെ കേക്ക്. അല്ല ലച്ചു പറഞ്ഞതേ, ലച്ചു എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ശിവയുടെ കൂടെ ഹോസ്റ്റലിൽ നിന്നോളാം, ഇവരും കൂടെ പോയാൽ റൂമൊക്കെ എടുക്കുന്ന ഒത്തിരി പൈസ ആവുമെന്ന് പറഞ്ഞു. അത് പിന്നെ സ്വാഭാവികം, ചെന്നൈ ആകുമ്പോൾ ഫണ്ട് ഇറങ്ങൂല്ലേ പിന്നെ. அடுத்த வாட்டி சென்னைக்கு போகும்போது சிவானி என்னையும் கூப்பிட்டு இருக்கா. அம்மா நான் அங்க போய் அடிச்சு பொழிச்சிட்டு வருவேன். அம்மா ஆனா நிறைய காசு தேவை, கொஞ்சம் காசு கொடுக்குறீங்களா? ഞാനോ? ஆமா, ஒரு 10,000 ரூபாய் கொடுத்தா போதும். അയ്യോ, വാവ്, 10,000 റുപ്പീസ്. അത് കേട്ടാലേ അമ്മ കറങ്ങി വീഴും. പിന്നെ കറങ്ങി വീണു. ഇവിടെ ഒരാള് വയ്യാതെ കിടക്കുന്നെ, അപ്പഴാ ചെന്നൈയിലെ കഥകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നെ. അളിയാ വിജയ്ക്ക് കഞ്ഞി കുടിച്ചാ മതിയേ. കഞ്ഞിയാ? എന്ത് ബിരിയാണി വേണം? കഞ്ഞി മതി. എന്റെ ദൈവമേ, ഇനി എന്തൊക്കെ കാണണോ എന്തോ. എന്താ അമ്മായി അങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ലേ, ഞാൻ അങ്ങോട്ട്. പറ, എന്താ അങ്ങനെ പറഞ്ഞേന്ന്? ഒന്നുമില്ലെന്ന്. അമ്മായി ഇവിടെ പോട്ട് ചല്ലേ, എനിക്ക് വയ്യ. അളിയാ ലച്ചേച്ചി ഇല്ലാന്നും പറഞ്ഞ് സങ്കടപ്പെടണ്ട കേട്ടോ. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. അളിയാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയേ. ഇപ്പൊ എനിക്ക് ചെറിയൊരു പരിപാടിയാണ്, ഞാൻ പോയിട്ട് വരാവേ. വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ടേ, എനിക്കെടുത്ത് കുടിക്കണേ. അളിയോ കോൾ അടിച്ചല്ല, പാല് കല്യാണം നിക്കല്ലേ അളിയനെ നോക്കാനായിട്ട്. என்ன சொன்னாலும் பாருக்கு சித்துனா ரொம்ப உசுரு. நான் போய் கஞ்சி எடுத்துட்டு வரேன். മക്കളെ, കുഴിപ്പള്ളത്ത് നിന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല മുമ്മ, അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കുവാണെങ്കിലേ എനിക്ക് വയ്യാന്നുള്ള കാര്യമൊന്നും പറയണ്ട, വെറുതെ അവര് ചുമ്മാ കേട്ടോ. മൂക്കടപ്പുണ്ടോ അളിയോ? ഒട്ടും വയ്യടാ. തൊണ്ടവേദന ഉണ്ടായിരിക്കാൻ പറ്റുമോ? കിടക്കട്ടെ, ബാ. ചൂണ്ടിടാൻ പോയല്ലേ അളിയോ? ശരി, വയ്യെങ്കിൽ വയ്യ. സിദ്ധോളിയാ ഓ ഇപ്പൊ വരാവേ. അളിയോ എന്തായി, ശരിയായില്ലേ? കൊറോണ കുറച്ച് കുരുമുളക് പൊടിച്ചെടുക്കട്ടെ? വേണ്ടപ്പോ പറയാം. കുറച്ച് തിപ്പലി ആയാലോ? നിന്റെ ആർക്കെങ്കിലും കൊണ്ട് കൊടു. അങ്ങനല്ലേ, അങ്ങനെ സ്നേഹം കൊണ്ട് വയ്ക്കണല്ലേ? വേണ്ട. എന്താ ഇത്, നീ അളിയനെ പൊന്നാടെ എണീക്കണ? അല്ല കേട്ടാ അളിയാ, അളിയൻ എന്തിനാ പുറത്തു വന്നിരുന്നേ? നല്ല മഴക്കാലമല്ലേ, നല്ല തണുപ്പല്ലേ? എന്താ ഒരു കാര്യഗൗരവം പാറൂന്? കണ്ട ചുമക്കുന്ന കണ്ട? അളിയോ തീരെ കുറവില്ലെങ്കിൽ നമുക്ക് അല്ല കുറവുണ്ട്, നല്ല രീതിക്ക് കുറവുണ്ട്. നേരത്തെ കണ്ടതിനേക്കാളും ആവശ്യമായിട്ട് എനിക്കിപ്പോ തോന്നുന്നത്. അമ്മായി ലച്ചു വല്ലതും വിളിക്കുവാണെങ്കിലേ എനിക്ക് വയ്യാണ്ടിരിക്കാന്ന് പറയണ്ട കേട്ടോ. ഏയ് പറയൂല. ലച്ചേച്ചി അവളെ അത്രയ്ക്ക് തിരക്കാണെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചൂടെ? പാവ സിദ്ധോളെ ചുമക്കുന്നുണ്ട. സിദ്ധോളെ വാ, നമുക്ക് അകത്ത് ഇരിക്കാം. ബാ, എത്രയൊന്നും പറഞ്ഞിട്ടാടാ അകത്ത് തന്നെ ഇരിക്കുക. ഞാൻ കമ്പനി തരാം, നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാം. ബാ. വാവ്, സൂപ്പർ. അതാവുമ്പോ കുറച്ച് പനി കടമായിട്ട് കിട്ടുമല്ലോ. സ്കൂളിലും പോണ്ട, പഠിക്കുകയും വേണ്ട, ലീവ് എടുക്കാം. അമ്മായി എന്റെ ആ മാത്രയില് കളിയാക്കല്ലേ. ഇല്ല
ആത്മാത്രയിൽ കളിയാക്കില്ല കേട്ടോ. അളിയാ ബാ അകത്തിരിക്കാം ബാ. ബാ ഡ്രാക്കുളയുടെ കുഞ്ഞും പോകുന്ന പോലുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞേ. അവളെ പാവം പാറു. സിദ്ധളിയാ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോഴാ നല്ല സുഖമുണ്ട്. പനി പിടിച്ചിരിക്കുമ്പോഴേ ഇങ്ങനെ പൊതച്ചിരിക്കാൻ നല്ല സുഖം. നിങ്ങളെന്താ ചിരിച്ചോണ്ടിരിക്കുന്നേ? അളിയാ ഞാൻ പോയേ കഞ്ഞി എടുത്തോണ്ട് വരാം. വേണ്ടാന്ന് പറയരുത്. ചോറ് കഴിച്ചാ പ്രശ്നമുണ്ടോ? ചോറ് കഴിച്ചാ പ്രശ്നമുണ്ട്. എന്നും ചോറല്ലേ കഴിക്കുന്നേ, ഇന്ന് കഞ്ഞി കുടിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി തിന്നു കഴിഞ്ഞാലേ വയറ് കേടാവും. ഞാൻ പോയേ കഞ്ഞി എടുത്തിട്ട് വരാം. അളിയോ പാറു ഭയങ്കര കെയറിങ് ആണല്ലേ. അവൾ എന്റെ കൊച്ചല്ലടാ. പക്ഷെ അളിയാ അവളെ കുറ്റം പറയാൻ പറ്റില്ല. അളിയനെ കണ്ട ഒരു വയ്യാത്തന്റെ ലുക്കുണ്ട്. വയ്യാണ്ടിരിക്കുമല്ലേ? തീരെ വയ്യ. ഒട്ടും വയ്യടാ സത്യം പറഞ്ഞ. ഞാൻ വിചാരിച്ചത് അളിയന് അങ്ങനെ എങ്ങനെയൊന്നും പനി വരില്ലെന്നാണ്. എന്താ പറയാ, മനുഷ്യരുടെ കാര്യല്ലേ. பாத்து பாரு, ரொம்ப சூடுது. பாத்துமா. കൈ പൊള്ളിയാ പാറു? കൈയൊന്നും പൊള്ളിയിട്ടില്ല. நான் சொன்னேன் நான் எடுத்துட்டு வரேன்னு, ஆனா அவ ஒத்துக்கவே இல்லை. അളിയാ കഞ്ഞി കുടിക്ക്. ഞാൻ പിന്നെ കുടിച്ചോളാടാ. മോനെ കഞ്ഞി കുടിക്ക്, ക്ഷീണമൊക്കെ അങ്ങ് മാറും. അമ്മമ്മ കഴിക്കാൻ തോന്നണില്ല. തോന്നത്തില്ല. വയ്യാതിരിക്കുന്നവർക്ക് പിന്നെ കഴിക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ ഞാൻ വാരിത്തരാം. വേണ്ട പാറസ്, ഞാൻ കഴിച്ചോളാം. ഞാൻ വാരിത്തരാന്ന് പറഞ്ഞില്ലേ. കൊച്ചു കുട്ടികളായാലും വലിയവരായാലും പനി വരുമ്പോ കഴിക്കാൻ ഭയങ്കര മടിയാ. ഞാൻ വാരിത്തരാം. என்ன சித்து, உனக்கு ரொம்ப குளிருதா? எதனால புதப்பெல்லாம்? അത് പാറൊരു ഡെക്കറേഷൻ. അല്ല കേശുവേ, ഇപ്പൊ മിഠായിക്കൊക്കെ ഭയങ്കര ബലമാണല്ലേ? ആ ബലമാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കണത്. അതെ അതെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? നിങ്ങൾ എല്ലാരും അങ്ങോട്ട് പോവാവോ? സിദ്ധോളിന് കുറച്ച് ശുദ്ധവായു കിട്ടട്ടെ. കോരിക്കൊടു. ഇതെന്തോന്ന് ഫോൺ നോക്കിയിരിക്കുന്ന? ഫോൺ നോക്കിയിരുന്ന കഴിഞ്ഞാൽ തലവേദന കൂടും. ഫോൺ മാറ്റി വെക്കളിയാ. ഇതെന്തോന്നു? ഇത് കണ്ടിട്ടില്ലേ? പണ്ടൊക്കെ ആൾക്കാർ ഇത് വെക്കണ കണ്ടിട്ടുണ്ടോ? ഇത് പനി വരുമ്പോ അമ്മൂമ്മ എപ്പോഴും ഇങ്ങനെ വെക്കും. തലവേദന കുറയും, പക്ഷെ പനി കുറയത്തില്ല. ഓക്കെ അല്ലേ അളിയാ? ഓക്കേ. പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്നതിലേ കൊറേ ഗുണങ്ങളുണ്ട്. ഇതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലേ? സത്യം പറഞ്ഞ ഈ മഴയൊക്കെ വരുന്ന സമയത്ത് പനിയൊക്കെ വന്ന് പുതച്ചു കൊണ്ടിക്കിടക്കാൻ എന്തൊരു സുഖല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ സ്കൂളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പനിയൊക്കെ വരുമ്പോ ഇങ്ങനെ പുതച്ചു കിടക്കും. എന്താ ഫീല്. സത്യം, പനിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല, പക്ഷെ റിസ്ക് കഴിക്കാൻ തോന്നും. അതെന്താ അങ്ങനെ? അതെന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പറൂസേ, ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് പനി വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ നല്ല കപ്പയും മീൻകറിയും കഴിക്കാൻ തോന്നുമായിരുന്നു. എനിക്കും തോന്നാറുണ്ട്. കപ്പയും മീൻകറിയും കഴിക്കാനാ? ഇതെന്തരാണിത്? കഥ പറച്ചിലാണാ? കഥ പറച്ചിലാണ്. നടക്കട്ടെ. അളിയാ, ചിലവർക്ക് ജലദോഷം വരുമ്പോ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പോവെന്ന് പറയുന്നുണ്ട്. അത് സത്യമാണോ?
അങ്ങനെ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാലേ നല്ല അടി കിട്ടും. അതുപോലെ അളിയാ, ചിലവർക്കൊക്കെ പനി വരുമ്പോ തണുത്ത ജ്യൂസൊക്കെ കുടിക്കും, അപ്പൊ പനി മാറും. അത് സത്യമാണോ അളിയാ? അങ്ങനെ ചിലർക്ക് പനി മാറുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് നടക്കാറില്ല. അതുപോലെ പാറൂസേ, പണ്ട് എനിക്ക് ഇതുപോലെ പനി വന്നപ്പോഴേ എന്റെ അച്ഛൻ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി. ദുബായിലാണോ? ദുബായിലല്ല, ഇവിടെ നാട്ടില്. ഞാനന്ന് വാവയാ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് അച്ഛൻ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് നല്ല അപ്പവും നല്ല മഞ്ഞ കളറുള്ള കിഴങ്ങറിയും കൊണ്ടുവന്നു. ഉഫ്, എന്റെ പാറു, അതിന്റെ രുചി ഉണ്ടല്ലോ ഇപ്പോഴും എന്റെ നാവിലുണ്ട്. ഇതുവരെ പിന്നീട് എനിക്ക് അതുപോലത്തെ ഒരു അപ്പവും കിഴങ്ങറിയും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഉണങ്ങിയല്ല? ഉണങ്ങിയാ? പെട്ടെന്ന് ഉണങ്ങിയല്ലേ? ആ, ഓക്കെ അല്ലേ അളിയാ? ഡബിൾ ഓക്കെ. അളിയാ, അളിയൻ കഥ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. എനിക്കൊരു കഥ കിട്ടി. എന്താ പാറൂസിന്റെ കഥ? അളിയാ, പണ്ട് ഞാനും അപ്പൂപ്പനും കൂടെ എന്തോ കൃഷി ആവശ്യത്തിന് വെളിയിലോട്ട് പോയി. പണ്ടെന്ന് പറയുമ്പോ 10-20 വർഷം മുമ്പായിരിക്കും. ഒന്ന് പോളിയാ, 2 വർഷത്തിന് മുമ്പേ. ആ, അതാണ് പാറൂസ് ഇത്ര ഓർമ്മ. എന്നിട്ട് അപ്പൂപ്പനൊരു കുഞ്ഞു ചായക്കടയിൽ എന്നെ കയറ്റി. എന്നിട്ട് പുട്ടും മുട്ട റോസ്റ്റും പപ്പടം ഒക്കെ മേടിച്ചു തന്നു. അതിന്റെ ടേസ്റ്റ് പൊളിയായിരുന്നു. തള്ളി 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 പാറു സിദ്ധുവിന്റെ പനി അങ്ങ് പമ്പ കടത്തുമെന്നാണ് തോന്നണത്. കേശവൻ അങ്ങോട്ട് പോയപ്പോഴേ മനസ്സിലായി അമ്മായിയും കൂട്ടിക്കൊണ്ട് വരാനായിരിക്കുമെന്ന്. പാറുവിന്റെ ബുദ്ധി വിമാനം തന്നെ. അതെ അതെ, വിമാനമല്ല, റോക്കറ്റാ. ഇപ്പൊ മാറ്റി വെച്ചല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് തുടങ്ങും. ഈ പാറു പരിചരിച്ചേ സിദ്ധുവിന്റെ പനി കൂടിയോന്നാണ് എനിക്കിപ്പൊ ഡൗട്ട്. രാത്രിയാവുമ്പോ കാണാം. ദൈവമേ, ഒന്നുകൂടി. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങള്. ലച്ചേച്ചി ഇവിടെ ഇല്ല. രാത്രിയും കാണാൻ സിദ്ധാളിന്റെ പനി കൂടിയാലോ എന്തോ ചെയ്യും. ലച്ചേച്ചി അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കും, നമ്മൾ ശ്രദ്ധിച്ചില്ലെന്ന് പറയും. ബാവ്, അടിപൊളി. അമ്മായി ലച്ചേച്ചിയോടെ നിൽക്കുകയും ചെയ്യും. അത് കൊച്ചു പറഞ്ഞാൽ ഒരു കാര്യമുള്ള കാര്യമാണ്. കേശേ, അവിടെ വെറുതെ ഇരുന്ന് എന്നെ നീ അല്ലേടാ ഇളക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? എന്നിട്ടിപ്പൊ കളം മാറോ? അതാണ് കേശേട്ടൻ. അളിയാ, ഇനി ഇവിടെ കിടന്നാൽ ശരിയാവത്തില്ല. ബാ, നമുക്ക് അകത്ത് വെക്കാം. ബാ, സൂക്ഷിച്ചിടാ, പറ്റുമെങ്കിൽ എടുത്തോണ്ട് പോന്നി. എടുക്കാൻ പോണോ? വാന്നൊക്കെ അയ്യോ മാറി എന്തിന് അളിയാ? സൂക്ഷിച്ചൊക്കെ പോണേ കൂടെ. അടുത്തൂടെ പോകുമ്പോ കൈയൊന്നും വീശല്ലേ, പാറു തെറിച്ചു പോവും. ഇന്നലെയാ ഒന്നും പറയല്ലേളയാ? പാറുന്റെ കാര്യം. പാറൂസ് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ടാ? ഇപ്പോഴാ? ആ, ഇപ്പോഴേ. ഉറക്കം നിന്ന് കഴിഞ്ഞാലേ അസുഖം കൂടും. ഇപ്പോഴേ കിടക്കണം. അളിയാ, വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. മോനെ, എങ്ങനുണ്ട്? ഇപ്പൊ വലിയ കുഴപ്പമില്ല അമ്മൂമ്മ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ മക്കളെ. അതിനല്ലേ ഞാനിവിടെ നിക്കുന്നേ. അളിയാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാറൂസേന്ന് വിളിച്ചാൽ. ഇനിയിപ്പൊ രാത്രി ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. പാറു, ഹോസ്പിറ്റലിൽ നീ തനിയാ കൂട്ടിട്ട് പോവിയാ? സിദ്ധോളേന് വയ്യാതായി കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോവല്ലോ, അപ്പൊ ഞാനും കൂടെ വരും. അഥവാ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ നീ ഇവിടെ കൂടെ വന്നോ. അപ്പൊ പിന്നെ മക്കൾ കൊണ്ടുപോയതെല്ലാം ആവുമല്ലോ. അല്ലയോ നമ്മുടെ ബൈക്ക്. ചേട്ടാ, വർത്താനം പറയണ്ട.
അളിയൻ എങ്ങനെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിക്കോട്ട്, ഞാൻ ഉറക്കാൻ ശ്രമിക്കുക. മോനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി കേട്ടോ. ഒന്ന് പോ അമ്മൂമ്മ. പോവാ, നിക്കുന്നില്ല. ഓ അയ്യോ, ചുമ്മാ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. നീ ഇപ്പൊ വരാ? അതെന്താ അത്ര നേരം ആലോചിച്ചിട്ട് പോരെന്നോട്ട് പോയി? എന്താണോ അല്ലയോ കടുപ്പാണോ? വലിയ കുഴപ്പമില്ലടാ. വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാ. നാളെയും കൂടെ നോക്കിയിട്ട് ഞാൻ പറയാം. ഓ അതാകുമ്പോ പിന്നെ മൊത്തമായിട്ടും കിടപ്പാവൂല്ലോ. ഓടാ. അല്ലല്ലേ ഇത് അളയും കിടക്കണണ്ടിട്ടേ ഒട്ടും വയ്യാത്തോലെ തോന്നുന്നു, അതാ ചോദിച്ചേ. എടാ ഞാൻ കയറി കിടന്നതല്ല, പാറു എന്നെ കയറ്റി കിടത്തിയതല്ലേ. എടാ എനിക്ക് തോന്നുന്നേ മിക്കവാറും ഈ അസുഖം എനിക്ക് പെർമനന്റ് ആവുമെന്നാ. പാറൂസ് എന്നെ ഒരു നിത്യരോഗിയാക്കി കഴിഞ്ഞിരിക്കണു. എടാ എന്റെ തീരുമാനത്തിൽ ഇപ്പൊ എനിക്കൊന്ന് ചലിക്കാൻ പോലും പറ്റണില്ല. സംഭവേ കാര്യം എന്തൊക്കെ പറഞ്ഞാലും അളിയൻ എന്ന് പറഞ്ഞാൽ അവക്ക് ഭയങ്കര കാര്യമാണ്. ചേച്ചിയുടെ അളിയന്റെ മൂത്ത മോളല്ലയോ, പിന്നെ അനുഭവി. അല്ലയോ എവളുടെ സ്വഭാവം എന്താണെന്ന് അറിയാല്ല. ദ്രോഹിച്ചു കഴിഞ്ഞാ ഞെക്കി കൊല്ലും, സ്നേഹിച്ചാലോ നക്കി കൊല്ലും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ, കുടുംബം ഏതാ ഇതല്ലേ എന്റെ പൊന്നോ. കേശേട്ടാ, ഓ കേശവൻ ഇപ്പോഴോട് സംസാരിച്ചോണ്ടിരിക്കുകയാണോ? വയ്യാത്ത ആളോട് കിടക്കുവല്ലേ? ചേട്ടാ ഒന്ന് പോവാൻ നോക്കിയേ. ഓക്കേ ഞാൻ പോണു. അല്ല ബാറേ, നീ പായന്തലാണെ എവിടെ പോണ? ഉത്സവത്തിന് പോണോ? അല്ല ഏട്ടാ, ഇവിടെ വിരിക്കാൻ പോന്നു. ഇവിടെ ഇരിക്കാനോ? പാറൂസ് ഇന്ന് ഇവിടെയാണോ കിടക്കുന്നേ? നേരത്തെ കിടക്കണ്ടെന്നാണല്ലോ, ഇത് ഇവിടെ കിടന്നു. ശരിയല്ലാത്തല്ലേ? അതൊന്നും കുഴപ്പമില്ല, അളിയനൊരു ബുദ്ധിമുട്ടാവത്തില്ലേ? അത് ഉറപ്പായിട്ട് ബുദ്ധിമുട്ടാവളിയാ. എവളെ അടുത്ത് കിടന്നാലേ അളിയനെ ചവിട്ടി ഇവിടെ തറ ഇടും രാത്രി. സാറേ, സാറൊന്ന് പോവാവോ? ഓ നമ്മള് പോയേക്കാവേ. നിങ്ങൾ അളിയനും എന്തരാന്ന് വെച്ചാ ആയിക്കോ. പിന്നെ കൊല്ലല്ലേടി, പാവ ഒരെണ്ണേ ഉള്ളു. അവള പാറൂസേ ഞാൻ വീണ്ടും പറയാ, വെറുതെ നിലത്ത് കിടക്കണ്ടാ. മക്കൾ ഇവിടെ ഒന്ന് കിടന്നോ, ഒരു കുഴപ്പമില്ല. അളിയാ കൊഴപ്പില്ല അളിയാ, ഇതൊക്കെ എത്ര ശീലം. അളിയാ അതല്ലാണ് എടുത്ത് പൊതുപ്പ് വേണോ അളിയന്? വേണ്ട. അളിയാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പാറൂസേ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയില്ലല്ലോ? ഇല്ല അളിയാ. ആ ഓക്കെ. പാറൂസേ ഏതാടാ ദിവസം? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ചയാണോ? ആ പാറൂസിന് ധൈര്യമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കിടന്നോട്ടാ. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ, അപ്പൊ പട്ടികള് പ്രേതങ്ങളെ കാണുമ്പോ പോരയിടുന്നതാ. വലിയ കാര്യമൊന്നുമില്ല. അളിയാ ശരിക്കും അളിയൻ പറഞ്ഞു തന്നാ ശരി. താഴെ കിടന്നു കഴിഞ്ഞാലേ നാളെ ആകുമ്പത്തേക്ക് ദേഹമെല്ലാം വേദനിക്കും. അളിയൻ പഠിക്കണ്ട, ഞാൻ വെളി കിടന്നോളാം. അപ്പൊ ഗുഡ് നൈറ്റ് അളിയാ. ഗുഡ് നൈറ്റ്.